എവിടെ പോവാ? ചായ കുടിച്ച് കഴിഞ്ഞില്ലേ? ഇനിയും ചായ കുടിക്കണോ? നമുക്കേ പച്ചക്കറി വാങ്ങാൻ പോയാലോ? Why people are shopping from supermarkets or something like Reliance Smart Point, D-Mart. നല്ല സുഖമല്ലേ? ഒരു ട്രോളിയൊക്കെ എടുത്ത് പോവാൻ, കുറേ സാധനം ഉണ്ടാവും, AC ഉണ്ടാവും. അതുകൊണ്ട് ശരിക്കും നമ്മൾ എന്തുകൊണ്ടാ പോകുന്നേ? നിന്റെ സൈഡ്. നമ്മുടെ റിയൽ സൈഡ് എന്താ? റിയൽ സൈഡ് എന്താന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവർ ക്രെഡിറ്റ് കാർഡ് എടുക്കണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണം. കാർഡ് വരയ്ക്കുന്നിടത്തേ പോവാൻ പറ്റത്തുള്ളൂ. പച്ചക്കറി കടയിൽ കാർഡ് എടുക്കില്ലാത്തതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണം. അത്രയേ ഉള്ളൂ. തക്കാളി ഉണ്ടോ? മൈസൂരിനെ പറ്റി പോരാ. ആൾക്കാരെടുത്ത് കൊടന്നടിക്കും. അതൊക്കെ മൈസൂരൊക്കെ കൽപ്പന പറയുന്നത് ഇത്രയും ഉണ്ടോ? ക്യാരറ്റ് ആക്ച്വലി ഒരെണ്ണം ഇരിപ്പുണ്ട്. ഒത്തിരി എടുക്കണ്ട. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിൽ യൂഷ്വലി പച്ചക്കറി നോക്കിയെടുക്കാനും കേടാണോ നല്ലതാണോ അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നോക്കിയെടുക്കുന്ന ജർണ. ഞാൻ ആദ്യം പോയി നോക്കിയെങ്കിലും പിന്നെ ഞാൻ ഇനി എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവസാനം നീ ഇതല്ലേ എടുത്തേ, നീ അതല്ലേ എടുത്തേ, നീ എന്തിനാ പൊട്ട സാധനം എടുത്തേ, ഇത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ജർണ തന്നെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം ജർണ തന്നെ അങ്ങ് ഏൽപ്പിക്കും പച്ചക്കറിയുടെ കാര്യത്തിലേ. പക്ഷേ മറ്റ് സാധനങ്ങളൊക്കെ ഞാൻ എടുക്കാൻ മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കറക്റ്റായിട്ട് എക്സ്പയറി ഡേറ്റ് നോക്കും, കറക്റ്റ് ഗ്രാം നോക്കും, ഉണ്ടോ ഇല്ലയോ അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഈ മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പാണല്ലോ, അങ്ങനെയൊക്കെ പറയാമല്ലേ. ദോശ ബാറ്റർ നോക്കുകയാണ്. ദോശ ബാറ്ററിന് എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5-10 രൂപ അങ്ങനെ എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ തൈര് തപ്പുവാണ്. തൈര് തപ്പിയപ്പോഴാണ് ഞാൻ വലിയൊരു സത്യം മനസ്സിലാക്കിയത്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് കാലം മൈസൂരായിരുന്നു. അപ്പോൾ മൈസൂർ നന്ദിനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. നന്ദിനിയുടെ തൈരിനൊക്കെ ഒരു 24-25 അങ്ങനെയാണെന്ന് തോന്നുന്നു. പാലിന് 28. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാത്തിനും 40. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഇവിടെ തന്നെയാണ് വില കുറവ്. നമ്മളിപ്പം മീനൊക്കെ മേടിക്കുവാണെങ്കിൽ നാട്ടിൽ തന്നെ വില കുറവെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് കാർഡൊക്കെ കൊടുത്ത് ജർണതേ കാർഡൊക്കെ തിരിച്ചെടുത്തു. നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മൾ മീൻ മേടിക്കണം. നമ്മുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം മീൻകറി വെച്ച് ചോറുണ്ടാക്കുക. അങ്ങനെയല്ല, മീൻകറി ഉണ്ടാക്കി ചോറും കൂട്ടി കഴിക്കുക എന്നുള്ളതാണ്. കുറേ മീനുണ്ട്. നമ്മൾ ചെമ്പല്ലിയും കൂന്തലും മേടിക്കണം. ശേഷം 1 കിലോ അല്ല കുറേ വെക്കാൻ നോക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട, ഒരെണ്ണം മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയാണെങ്കിൽ നമുക്ക് വേണ്ടത് കൂന്തലാണ്. അപ്പം ഞാൻ ചേട്ടൻ കൂന്തൽ എടുത്തു. നല്ല ഫ്രഷ് മീനാണ് തോന്നുന്നു. ആക്ച്വലി നമ്മളൊരു 3-4 കടയിൽ കയറി, പക്ഷെ നമുക്കങ്ങനെ വേറെ കടയിലൊന്നും കടൽ മീനുകൾ കിട്ടിയില്ല. എല്ലാം കായൽ മീനുകളാണ്. അപ്പോൾ ആണെങ്കിൽ കടൽ മീൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കൂന്തലും ചമ്പല്ലിയും എടുത്തത്. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഡിക്കിയിൽ ഓൾറെഡി റിലയൻസ് സ്മാർട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങളുണ്ട്. ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ആക്ച്വലി ആദ്യം ചെയ്യുക, വീട്ടിലെത്തിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം റീഫില്ല് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ആ സാധനം എടുത്തു വെച്ചില്ലെങ്കിൽ ആ ഒരാഴ്ച മൊത്തം അത് ടേബിളിലോ അടുക്കളയുടെ അവിടെ ഞാൻ വെച്ചിട്ടിരിക്കും. എനിക്ക് പിന്നെ മടിയാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി ടിന്നിൽ വെക്കാനുള്ളതൊക്കെ ടിന്നിലിട്ടു. എന്നിട്ട് ഞാൻ വേഗം അരി ഇട്ടു. ഞാൻ കുക്കറിലാട്ടോ യൂഷ്വലി അരി ഇടാം. ചെമ്പല്ലിയുടെ സാധനങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് കഴുകിയെടുത്ത് മാത്രമേ ഉള്ളൂ. എൻ്റെ ജർണത് അരിഞ്ഞു, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. ഒത്തിരി പേസ്റ്റ് പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് സവോള അരിയുന്നത് നമ്മുടെ കൂന്തൽ റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂന്തലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചെമ്പല്ലിക്ക് ഇത്ര സാധനം മതി. ചെമ്പല്ലിയുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി എൻ്റെ ഒരു ചെടിയൊക്കെ വെച്ച് ഞങ്ങളൊരു എസ്തെറ്റിക് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. എസ്തെറ്റിക് ആയൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ചട്ടി വെച്ചു, കുറച്ച് വെളുത്തുള്ളി വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ടു.
ഉലുവയും കടുകും ഇടും കേട്ടോ. ചിലരൊന്നും അങ്ങനെ കടുക് ഇടത്തില്ല മീൻ കറിക്ക്, പക്ഷെ നമ്മൾ കടുകിടും. എനിക്ക് ആ കടുകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. കടുകിന് എന്താ ടേസ്റ്റ് എന്നൊന്നും ചോദിക്കരുത്, എനിക്ക് ആ ഒരു ഫ്ലേവർ എന്തായാലും ഇഷ്ടമാണ്. എന്നിട്ട് നമ്മുടെ കുഞ്ഞുള്ളി ഇട്ടു. പക്ഷേ കുഞ്ഞുള്ളി അല്ലായിരുന്നു ഇടേണ്ടത്, നമ്മൾ ആക്ച്വലി ഇഞ്ചി വെളുത്തുള്ളി ആയിരുന്നു ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇടേണ്ടത്. പക്ഷെ നമ്മൾ മറന്നുപോയി. എന്നിട്ട് പിന്നെ അതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് അങ്ങ് ഇട്ടു. പിന്നെ പച്ചമുളകും ഇട്ടു. എല്ലാം കൂടി അങ്ങ് സോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യം അതൊന്ന് സോട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുള്ളി നമ്മൾ നടുക്കേക്ക് എടുത്തത്. ഒരു സൈഡിലേക്ക് കുഞ്ഞുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ കുഞ്ഞുള്ളി ഒന്ന് നടുക്കേക്ക് ഇട്ടിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്ത് ഒരു ബ്രൗണിഷ് ആ ഒരു കളർ വരെ നമ്മൾ സോട്ട് ചെയ്യണം. ആ ഇഞ്ചി വെളുത്തുള്ളി ബ്രൗണിഷ് ആയി കഴിഞ്ഞിട്ട് കുഞ്ഞുള്ളി നടുക്കേക്ക് ഇട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ ഉപ്പിടണം, ഉപ്പിടുമ്പോൾ മറന്നു പോകരുത്. പിന്നെ ഉപ്പ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഉപ്പ് എപ്പോഴും നമ്മൾ കുറച്ചിടണം. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. കുറഞ്ഞാണെങ്കിൽ നമുക്ക് പിന്നെ വേണേൽ ആഡ് ചെയ്യാം. ഞാൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് ഇടാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് തന്നെ തോന്നും ഉപ്പ് ഇച്ചിരി കുറവാണല്ലോ, പിന്നെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യും. അതെൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ വേണ്ട. പിന്നെ ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേറൊരു പൊടി ഇടുന്നില്ല കേട്ടോ. ഫിഷ് മസാല ഒന്നും ഇടുന്നില്ല. എൻ്റെ വീട്ടിലൊക്കെ ഫിഷ് മസാല മേടിക്കും ഇടുകയും ചെയ്യും, പക്ഷേ ചേട്ടൻ അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ ആക്ച്വലി പുളിവെള്ളം ഒഴിച്ചായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. പുളിവെള്ളം ഒഴിച്ചു, പുളിവെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെമ്പല്ലി തലയൊക്കെ ഇൻക്ലൂഡിങ് ഇട്ട് കൊടുത്തായിരുന്നു. ഇത് ക്യാരറ്റ് തോരനാണ് കേട്ടോ. ക്യാരറ്റ് തോരൻ ഞാൻ അതിനിടയ്ക്ക് ക്യാരറ്റ് തോരൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ കൂടി ഇരുന്നോട്ടെ എന്ന്. ഇത് നമ്മുടെ കൂന്തൽ നല്ല ഭംഗിയില്ല. എനിക്ക് കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാനും ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പറയും ഈ റബ്ബർ പോലെയൊക്കെ ഇരിക്കുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസ്റ്റ് വെച്ചാലും വറുത്താലും കറി വെച്ചാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ കൂന്തൽ മാത്രമൊക്കെ കൂട്ടി ചോറുണ്ണും. എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പോലെ നമ്മൾ എസ്തെറ്റിക് ആവാൻ വേണ്ടിയിട്ടാണ് ആ ചെടിച്ചട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ സവോളയും തക്കാളി ഉണ്ട്, ഒരു പുളിരസം ഉണ്ടാവും. ഒരു ഫുൾ തക്കാളി, ഒരു കുഞ്ഞി തക്കാളി ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂന്തൽ പിന്നെ കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ഇടുന്നേ ഉള്ളൂ. ഒരു പാൻ എടുത്തു, നല്ലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുക. ഇവിടെ ഉലുവ ഇട്ടില്ല കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. കൂന്തലിന് ഉലുവ വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ വറ്റൽമുളക്, അത് ഞാൻ പത്തൽമുളകെന്നും പറയും. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ മറന്നു പോയതുകൊണ്ട് സവോള ഇട്ടു. പിന്നെ ഓർത്തു, പിന്നെ അതും കൂടി ഇട്ട് സോട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ അതൊന്ന് ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളറായപ്പോഴാണ് ഈ തക്കാളിയും പച്ചമുളകും നമ്മൾ ഇട്ടത്. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടു. ഉപ്പ് ഈ പറഞ്ഞ പോലെ നമ്മുടെ പാകത്തിനിടുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി ഇടും. പിന്നെ ഇച്ചിരി മുളക് പൊടി 3 പൊടി ഇടും കേട്ടോ. ഇവിടെയും ഫിഷ് മസാല ഇടുന്നില്ല, പക്ഷേ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഫിഷ് മസാല ഇടും. പക്ഷേ ഫിഷ് മസാല ഇടാഞ്ഞിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തിനാണ് ഫിഷ് മസാല എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. ഫിഷ് മസാല വേണ്ട, ഒരു പൊടിയും കൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. എന്നിട്ട് നമ്മുടെ കൂന്തൽ എന്ത് രസമല്ലേ കാണാൻ. എനിക്ക് കൂന്തൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മീൻ പോലെ അല്ല കേട്ടോ, എനിക്ക് കൂന്തലും ചെമ്മീനും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ തല ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് ആദ്യം ഈ തല കഴിച്ചത് കൂന്തലിൻ്റെ. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു, ഞങ്ങൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഞങ്ങൾ ഇത് ആഡ് ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ ഞങ്ങളിത് കളയുമായിരുന്നു, വേസ്റ്റാണെന്ന് വിചാരിച്ച് കളയുമായിരുന്നു. അതുകൊണ്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചല്ല കേട്ടോ, ഈ കൂന്തലിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. എൻ്റെ ഒരു കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് ഇതിന് ഡ്രൈ ആവണം, എന്നാലേ വേവത്തുള്ളൂ. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആ ഒരു പരുവായി. നമ്മളിങ്ങനെ കോരി എടുത്തോണ്ടാണേ നമ്മുടെ ക്യാരറ്റ് തോരനായിട്ടുണ്ട്. നമ്മുടെ ചെമ്പല്ലി കണ്ടോ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങളുടെ ടേബിൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇച്ചിരി എന്തൊക്കെയാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് നോക്കാം. ലൂബിക്കയുണ്ട്, അച്ചാറിട്ടതാണ്. ഇച്ചിരി ചമ്മന്തിപ്പൊടി. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് പറയാൻ പറ്റുന്നില്ല. കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ആക്ച്വലി. എന്നിട്ട് പിന്നെ ഞങ്ങളാണെങ്കിൽ കുറച്ച് എസ്തെറ്റിക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാൽക്കണിയുടെ അവിടെ പോയത്. ജെറിനോട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് എസ്തെറ്റിക് വ്യൂ എടുക്കാം, കുറച്ച് വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ നീട്ടി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് അപ്പുറത്ത് തന്നെ പോയി കഴിക്കാമെന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.